ഉത്സവത്തിനിടയിലാണ് കാട്ടാനകൾ തൃശ്ശൂരിൽ ഇറങ്ങിയിരിക്കുന്നത്. മറ്റൊരു വാർത്ത, മുതിർന്ന കേരള കോൺഗ്രസ് നേതാവ് തോമസ് കുതിരവട്ടം അന്തരിച്ചു. ചെങ്ങന്നൂർ കല്ലശ്ശേരിയിലെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. അമൽ സുരേന്ദ്രൻ ചേരുന്നു. അമൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ആനന്ദ്, ഇന്ന് 8 മണിയോട് കൂടിയാണ് ചെങ്ങന്നൂരിലുള്ള അദ്ദേഹത്തിന്റെ കല്ലശ്ശേരിയിലെ വീട്ടിൽ വെച്ച് ഇദ്ദേഹത്തിന് മരണം സംഭവിക്കുന്നത്. ഏതായാലും വാർദ്ധക്യ സഹജമായിട്ടുള്ള അസ്ഥിതകളോടുകൂടി ജീവിച്ചു വരികയായിരുന്നു. 80 വയസ്സായിരുന്നു. അവിഭക്ത കേരള കോൺഗ്രസിന്റെ വർക്കിംഗ് ചെയർമാനും ദീർഘകാലം ജനറൽ സെക്രട്ടറി ഒക്കെയായി പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. 1985 തൊട്ട് 1991 വരെയുള്ള കാലഘട്ടത്തിൽ രാജ്യസഭാ അംഗമായിരുന്നു ഇദ്ദേഹം. ബഫോഴ്സ് കേസ് അടക്കമുള്ള പാർലമെന്ററി കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന അംഗങ്ങളിൽ പ്രധാനിയായിരുന്നു കുതിരവട്ടം തോമസ്. അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലം കേരള കോൺഗ്രസ് ആയിരുന്നു. പിന്നീട് അദ്ദേഹം സ്വദേശം കുതിരവട്ടമായിരുന്നുവെങ്കിലും ആലപ്പുഴയിൽ സ്ഥിരതാമസമായിരുന്നു. മലങ്കര ഓർത്തഡോക്സ് സഭ മാനേജിംഗ് കമ്മിറ്റി അംഗമായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നീട് കേരള ലൈഫ് എന്ന പേരിൽ ഒരു പ്രസിദ്ധീകരണം നടത്തിയിരുന്നു. ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള ഒരു മാസികയായിരുന്നു. അതിന്റെ പത്രാധിപരും മാനേജിംഗ് എഡിറ്ററും ഒക്കെയായി ഇദ്ദേഹം ഏറെക്കാലം കർമ്മരംഗത്ത് നിലയുറപ്പിച്ചു നിന്നിരുന്ന ഒരാളാണ്. ഏതായാലും കേരള രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു ഏടാണ് അടയുന്നത്. ആനന്ദ്, ശരി. ചെങ്ങന്നൂർ കല്ലശ്ശേരിയിലെ വീട്ടിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.